PSC നടത്തിയ HST പരീക്ഷയിലാണ് കട്ടപ്പന വെള്ളയാംകുടി സ്വദേശിനിയായ കാലാച്ചിറയിൽ അനില വിനുവിന് 3ാം റാങ്ക് ലഭിച്ചത്. ഹിന്ദി പ്രധാന വിഷയമായി എടുത്താണ് അനില പരീക്ഷയ്ക്കായി ഒരുങ്ങിയത്. 2 ദിവസം മുൻപാണ് റിസൾട്ട് വന്നത്. റാങ്ക് ലഭിച്ചെന്നറിഞ്ഞതോടെ വിനു അനിലയ്ക്ക് ആശംസ നേർന്ന് 2 ഫ്ലെക്സ് ബോർഡുകൾ വെള്ളയാംകുടിയിൽ സ്ഥാപിച്ചു. ഇതിനിടെ വിനുവിൻ്റെ സഹോദരപുത്രൻ ആശംസാ ബോർഡിൻ്റെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. ആശംസാ ബോർഡ് വൈറലായതിനു പിന്നാലെ ഇരുവർക്കും ആശംസ അറിയിച്ചുള്ള ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു. ഭാര്യയ്ക്ക് ആശംസകൾ നേർന്നുള്ള ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുവാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി വിനു പറയുന്നത് ഇങ്ങനെ. എനിക്ക് 2019 ഗവൺമെൻറ് ജോലി കിട്ടിയായിരുന്നു. അപ്പം ഞാൻ ആഗ്രഹിച്ചായിരുന്നു എൻ്റെ ഒരു ഫ്ലെക്സ് ആരെയും ഒന്ന് വെച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. കാര്യം ഒത്തിരി പേർക്ക് A+ കിട്ടുമ്പോഴും മറ്റുള്ള റാങ്ക് ലിസ്റ്റിലൊക്കെ വരുമ്പോഴേക്കും പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫ്ലെക്സ് വെച്ചൊക്കെ നമ്മൾ കാണുന്നതായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് അന്ന് ആ സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷേ ഇന്നത് ഉണ്ടായിരുന്നെങ്കിലെന്ന് എൻ്റെ കൂടെയൊക്കെ എനിക്ക് 31ാം റാങ്കായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്ലെക്സ് അങ്ങനെ വെച്ചിരുന്നെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. അപ്പം എൻ്റെ വൈഫ് ഇതുപോലെ കഷ്ടപ്പെട്ട് 3ാം റാങ്ക് എത്തിയപ്പോഴത്തേക്കും അവർക്കൊരു ഫ്ലെക്സ് എൻ്റെ ഒരു ആഗ്രഹം അവരിലൂടെ സാധിക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ഫ്ലെക്സ് വെച്ചത്. എൻ്റെ അനിയൻ ഞാൻ വെച്ച ഫ്ലെക്സ് അനിയനെടുത്ത് ഫേസ്ബുക്കിലിടുകയും അവൻ അതിലൊരു കമൻറ്റ് എഴുതിയിടുകയും ചെയ്തപ്പോഴാണ് അത് ഇത്ര വൈറലാവുകയും ഒത്തിരി ആൾക്കാർ ശ്രദ്ധിക്കുകയും കൂട്ടുകാരെല്ലാം ഒത്തിരി പഴയ ആൾക്കാർ വരെ വിളിച്ച് ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കാൻ എന്താണ്, അല്ലെങ്കിൽ അവർ വൈഫിനെ 3ാം റാങ്ക് കിട്ടിയ കാര്യം അറിയുകയും അവർ അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തു. അത് അനിയൻ ജിതിൻ കാലാച്ചിറ കാരണവും അതുപോലെ തന്നെ ഇപ്പം സുമിത്ത് അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടു. എൻ്റെ സുഹൃത്ത് സുമിത്ത് കാരണമാണ്. ലഭിച്ച അംഗീകാരത്തിനും ആശംസകൾക്കും അപ്പുറം അനിലയ്ക്ക് പറയുവാനുണ്ടായിരുന്നത് തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കഥയാണ്. പഠിക്കാൻ ഒട്ടും അവസരം ഉണ്ടായിരുന്നില്ല. പഠിക്കാൻ കഴിയുമ്പോഴേക്കും തീരെ കുഞ്ഞായിരുന്നു, 6 മാസമായിട്ടുള്ളൂ. അവൾ വെള്ളം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ രാത്രിയായിരുന്നു കൂടുതലും പഠിക്കുന്നത്. പകൽ അവൾ ഉറങ്ങുമ്പോൾ കൂടെ തന്നെ ഞാനും കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമായിരുന്നു. അല്ലെങ്കിൽ നല്ല ക്ഷീണമായി പോകും. രാത്രി ഒരു 12 മണി തൊട്ട് 3 മണി 4 മണി വരെയൊക്കെ എപ്പോൾ ഉറക്കം വരുന്നോ അതുവരെ ഇത്ര ഭാഗം പഠിച്ച് തീർക്കണമെന്നുള്ള ഒരു ഇതൊന്നുമില്ലായിരുന്നു. എനിക്ക് സാധിക്കുന്ന അത്രയും കവർ ചെയ്യുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഹിന്ദിയായിരുന്നു എടുക്കുന്നത്. ഹിന്ദിയിൽ ഇവിടെ കോച്ചിങ് സെൻ്ററുകളൊക്കെ തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് കിട്ടിയ നോട്ട്സൊക്കെ വെച്ചിട്ടായിരുന്നു പഠിക്കുന്നത്. വിവാഹശേഷം സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകളോട് അനിലയ്ക്ക് പറയാനുള്ളത് ഇതാണ്. റാങ്കിനനുസരിച്ച് ആയിരിക്കും നിയമനം വരുന്നത്. 3ാം റാങ്ക് ആയതുകൊണ്ട് തന്നെ ആദ്യ ഡേയ്സിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് MA ചെയ്യാനാണ് വളരെ ആഗ്രഹമുണ്ട്. അപ്പം ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാമല്ലോ. അപ്പോൾ MA ചെയ്യണം, സെറ്റ് എഴുതണം, അങ്ങനെ PhD ചെയ്യണം, അങ്ങനെയൊക്കെ വലിയ ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് വേണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നേടാൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളതിന് വേണ്ടി പ്രയത്നിക്കണം. നമ്മൾ ആദ്യം ആഗ്രഹിക്കണം എനിക്കിത് വേണമെന്ന്, പിന്നെ രണ്ടാമത് അതിന് വേണ്ടി പ്രയത്നിക്കണം. അപ്പം സഫലമാണ്. വിനുവിനും അനിലയ്ക്കും 2 മക്കളാണുള്ളത്. അമ്മയുടെയും അമ്മാവൻ്റെയും അകമഴിഞ്ഞ പിന്തുണയിലായിരുന്നു പരീക്ഷയ്ക്കായുള്ള അനിലയുടെ ഒരുക്കങ്ങൾ. റാങ്ക് ഉള്ളതിനാൽ ആദ്യ വിജ്ഞാപനത്തിൽ തന്നെ അപ്പോയിൻമെന്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അനിലയും കുടുംബവും. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം ഇനി കട്ടപ്പനയ്ക്ക് സ്വന്തം. ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം, ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ്. ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.